നമസ്കാരം. പ്രവാസി മലയാളി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഒറ്റ വാർത്തയിൽ പ്രവാസികൾ അറിയേണ്ട നിരവധി വാർത്തകൾ. ആദ്യമേ തന്നെ വളരെ വേദന ജനിപ്പിക്കുന്ന ഒരു വാർത്ത പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്, എന്നാലും പറയാതിരിക്കാനും വയ്യ. മലയാളി യുവാവിന്റെ മുങ്ങി മരണമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പ്രവാസികൾ എല്ലാവരും. ഇതിപ്പോൾ ആദ്യമായല്ല ഇത്തരത്തിൽ മലയാളി യുവാക്കളുടെ മുങ്ങി മരണം വാർത്തയായി വരുന്നതല്ലേ. ഇതിനു മുൻപും പലയിടങ്ങളിലും പരിചിതമല്ലാത്ത സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയും പരിചിതമല്ലാത്ത കടലിൽ ഇറങ്ങിയും കുളത്തിലിറങ്ങിയും ഒക്കെ തന്നെ കുളിക്കാൻ ഇറങ്ങുമ്പോൾ അതൊരു വലിയ ദുരന്തമായി മാറാറുണ്ട് പലപ്പോഴും. ഇപ്പോഴത്തെ അത്തരമൊരു വാർത്ത തന്നെയാണ് വരുന്നത്. ആദ്യം നമുക്ക് ആ വാർത്തകളിലേക്ക് കിടക്കാം. ഒമാനിലെ വാദിയിൽ കുളിക്കാനിറങ്ങിയ മലയാളി യുവാവ് മുങ്ങി മരിച്ചു. കാസർഗോഡ് മായിരെ മണിയമ്പാറ സ്വദേശി കണക്കിനാമൂല വീട്ടിൽ അബ്ദുള്ള ആഷിഖ് എന്ന 22 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ് മരിച്ചത്. മസ്കറ്റ് സൂർ റോഡിലെ വാദി ഷാബിൽ കുളിക്കാനിറങ്ങിയപ്പോൾ വെള്ളക്കെട്ടിൽ മുങ്ങിയാണ് മരിച്ചത്. കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിക്കുകയായിരുന്നു. നേരത്തെ UAE-യിൽ ജോലി ചെയ്തിരുന്ന അബ്ദുള്ള ആഷിഖ് ജോലി ആവശ്യാർത്ഥം അടുത്തിടെയാണ് ഒമാനിലെത്തിയത്. ഒമാനിലെ റൂവിയിലായിരുന്നു താമസം. അവിവാഹിതരാണ്. പിതാവ് ഷാഹുൽ ഹമീദ്, മാതാവ് സുബൈദ. മൃതദേഹം സൂർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും ആദരാഞ്ജലികൾ. മറ്റൊരു വാർത്ത, മലയാളി യുവാവ് ഒമാനിൽ വാഹന അപകടത്തിൽ മരിച്ചു എന്ന വാർത്തയാണ്. കോഴിക്കോട് കുറ്റ്യാടി പാലേരി സ്വദേശി ചെറിയ കുമ്പളം വാഴയിൽ അസ്ഹർ ഹമീദ് എന്ന 35 വയസ്സുകാരനാണ് മരിച്ചത്. ഒമാനിലെ ഖാബൂറിൽ ഉണ്ടായ അപകടത്തിലാണ് മരണം. കഴിഞ്ഞ ദിവസം വൈകിട്ട് ബിസിനസ് ആവശ്യാർത്ഥം സുഹാറിൽ നിന്ന് മടങ്ങുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത്. അസ്ഹർ ഹമീദ് സഞ്ചരിച്ച കാറ് ഈ ഖാബൂറിൽ വെച്ച് ഡിവൈഡറിൽ ഇടിച്ച് കയറുകയായിരുന്നു. അസ്ഹർ ഹമീദിന്റെ പിതാവും ഏതാനും വർഷം മുമ്പ് ഒമാനിൽ ഉണ്ടായ വാഹന അപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. മസ്കത്തിൽ ബിസിനസ് ചെയ്യുന്ന അസ്ഹർ ഹമീദ് റൂവി ഹോണ്ട റോഡിലെ അപ്പാർട്ട്മെന്റിൽ കുടുംബത്തിനോടൊപ്പമായിരുന്നു താമസം. മാതാവ് താഹിറ, ഭാര്യ ഹഷ്മിയ, മകൾ ദനീൻ. മൃതദേഹം ഖാബൂർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വീണ്ടും ഒരു വേദനയല്ലേ, കാരണം ആ കുടുംബത്തിലെ ഏക അത്താണിയായിരുന്നു അദ്ദേഹം. അമ്മയും ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബത്തിലെ ഏക അത്താണി. ഈ ഒരു വിയോഗം വേദനയോടുകൂടി തന്നെയാണ്, ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ആ കുടുംബത്തെ സംബന്ധിച്ചും. അല്ലാതെ UAE-യുടെ വളർച്ചയുടെ വലിയൊരു പങ്കും സംഭാവന ചെയ്തത് അവിടുത്തെ പ്രവാസികളാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയൊന്നും ആവില്ല. അതിൽ തന്നെ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, UAE-യുടെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും അതിന് ഇന്ധനം പകരുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി നടപ്പിലാക്കി വരുന്ന സ്വദേശിവൽക്കരണം UAE-യിലെ ഇന്ത്യക്കാരെയും മലയാളികളെ കൂടുതലായും ബാധിക്കും എന്ന ആശങ്ക ഉയരുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം UAE-യിലെ എമിറേറ്റൈസേഷൻ അഥവാ സ്വദേശിവൽക്കരണ കോട്ടയ്ക്ക് വിധേയരായ കമ്പനികൾക്ക് 2025-ൽ നിയമിക്കപ്പെടേണ്ട ഓരോ എമിറാത്തിക്കും പകരം 1,80,000 ദിർഹം, 26 ലക്ഷത്തോളം രൂപ പിഴ ചുമത്തുമെന്ന് മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാമ്പത്തിക പിഴ 2026 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും. ഡിസംബർ 31 വരെയാണ് സ്വദേശിവൽക്കരണം നടപ്പാക്കാനുള്ള സമയപരിധി. ഇക്കാരണത്താൽ തന്നെ ശേഷിക്കുന്ന നിയമന ബാധ്യതകൾ ഡിസംബറിൽ പൂർത്തിയാക്കാൻ മന്ത്രാലയം സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ മേഖലകളിലെ യോഗ്യരായ എമിറാത്തി ഉദ്യോഗാർത്ഥികളെ കമ്പനികളുമായി ബന്ധിപ്പിക്കുന്ന നാഫിസ് പ്ലാറ്റ്ഫോം വഴി നിയമിക്കാൻ മന്ത്രാലയം പ്രോത്സാഹിപ്പിക്കുന്നതായി അൽ ഇത്തിഹാദ് പത്രം വ്യക്തമാക്കി. ഈ നയം അനുസരിച്ച് 50-ലധികം ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ ഈ വർഷാവസാനത്തിന് മുൻപ് വൈദഗ്ധ്യമുള്ള തസ്തികകളിൽ 2% കൂടുതൽ എമിറേറ്റുകളെ നിയമിക്കണം. കൂടാതെ വളർച്ചാ സാധ്യതയുള്ള മേഖലകളിലെ 20-നും 49-നും ഇടയിൽ തൊഴിലാളികളുള്ള തെരഞ്ഞെടുക്കപ്പെട്ട കമ്പനികൾ 2025 ജനുവരി 1-ന് മുൻപ് കുറഞ്ഞത് ഒരു എമിറേറ്റിയെ നിയമിക്കുകയും നിലവിലുള്ളവരെ നിലനിർത്തുകയും വേണം. ജനുവരി മുതൽ പുതുതായി നിയമിക്കപ്പെട്ട എമിറേറ്റുകളുടെ ദേശീയ സാമൂഹിക ഇൻഷുറൻസ് സംവിധാനത്തിലെ രജിസ്ട്രേഷനും കൃത്യമായ വിഹിതവും മന്ത്രാലയം കൃത്യമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യും. മേൽപ്പറഞ്ഞ നിബന്ധനകൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് നിർബന്ധിത സാമ്പത്തിക പിഴ നേരിടേണ്ടി വരും. പുതിയ നയം അനുസരിച്ച് ഏറ്റവും വലിയ പ്രവാസി സമൂഹങ്ങളിൽ ഒന്നായ മലയാളികൾക്കായിരിക്കും ഏറ്റവും അധികം ആശങ്കപ്പെടേണ്ട വരിക. തൊഴിൽ സുരക്ഷ നഷ്ടപ്പെടുന്നതിനാലും പുതിയ അവസരങ്ങൾ കുറയുന്നതിനാലും നിരവധി പേർ രാജ്യം വിടാൻ നിർബന്ധരാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രൊഫഷണലുകൾ ഉൾപ്പെടെ വലിയൊരു വിഭാഗത്തെ UAE ഭരണകൂടത്തിന്റെ നീക്കം സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത്. മന്ത്രാലയം നിർദ്ദേശിച്ച നിർബന്ധിത ക്വാട്ട പാലിക്കാൻ കമ്പനികൾ പുതിയ നിയമനങ്ങളിൽ സ്വദേശികൾക്ക് മുൻഗണന നൽകുന്നതിനപ്പുറം നിലവിൽ പ്രവാസികൾ ജോലി ചെയ്യുന്ന തസ്തികകളിൽ അവരെ മാറ്റി സ്വദേശികളെ നിയമിക്കാനും സാധ്യതകൾ ഏറെയാണ്. ഇല്ല എങ്കിൽ 26 ലക്ഷം വരെയുള്ള ഭാരിച്ച പിഴ ഒടുക്കേണ്ടി വരുമെന്നത് കമ്പനികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യവുമാണ്. അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻസ്, മാർക്കറ്റിംഗ് തുടങ്ങിയ ഉയർന്ന ശമ്പളമുള്ളതും വൈദഗ്ധ്യം
ആവശ്യമുള്ളതുമായ തസ്തികകളിൽ ജോലി ചെയ്യുന്ന മലയാളി പ്രൊഫഷണലുകൾക്ക് പുതിയ നീക്കം തിരിച്ചടിയാകും. മാത്രമല്ല, നിലവിൽ ഇവിടെയുള്ളവരുടെ ജോലി ഭീഷണി നേരിടുന്നതിന് ഒപ്പം തന്നെ ഭാവിയിൽ പ്രവാസികൾക്കുള്ള അവസരങ്ങൾ കുറയുകയും ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. അതായത് പ്രസന്റ് മാത്രമല്ല, നമ്മുടെ ഫ്യൂച്ചറിലും അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് മനസ്സിലാകുന്നത്. പ്രവാസികളെ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, നിങ്ങൾ കരുതിയിരിക്കുക. കാരണം എത്രയൊക്കെ പറഞ്ഞാലും അന്യരാജ്യം നമുക്ക് സെക്കൻഡറി തന്നെയാണ്. നമ്മൾ അവിടെ ഒരു സെക്കൻഡറി പൗരനും തന്നെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ ഏത് നിയമം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഒരു പ്ലാൻ ബി എത്രയും പെട്ടെന്ന് തന്നെ ആലോചിച്ചു തുടങ്ങുക. ശനിയാഴ്ചയ്ക്ക് ശേഷവും ദേശീയ ദിന സ്റ്റിക്കറുള്ള വാഹനങ്ങൾ പിഴ ചുമത്താൻ ഷാർജ പോലീസ്. ഡിസംബർ 6 ശനിയാഴ്ചയോ അതിനു മുമ്പോ എല്ലാ വാഹന ഉടമകളും ദേശീയ ദിനാഘോഷ സ്റ്റിക്കറുകൾ നീക്കം ചെയ്യണമെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. സമയപരിധിക്ക് ശേഷവും ദേശീയ ദിന അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കുന്ന വാഹനങ്ങൾ നിയമലംഘനത്തിലുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഷാർജ പോലീസ് ജനറൽ കമാൻഡർ മുന്നറിയിപ്പ് നൽകി. 54ാമത് ഈദ് അൽ ഇത്തിഹാദ് ആഘോഷവേളയിൽ ഗുരുതര ഗതാഗത നിയമ ലംഘനങ്ങൾ നടത്തിയതിന് 106 വാഹനങ്ങളും 9 മോട്ടോർ ബൈക്കുകളും അതോറിറ്റി പിടിച്ചെടുത്തിരുന്നു. അമിത ശബ്ദമുണ്ടാക്കൽ, മറ്റുള്ളവരെ ശല്യപ്പെടുത്തൽ, അശ്രദ്ധമായും അപകടകരവുമായ രീതിയിൽ വാഹനം ഓടിക്കൽ തുടങ്ങിയവയായിരുന്നു ലംഘനങ്ങളിൽ ഉൾപ്പെടുന്നത്. ലൈസൻസ് ഇല്ലാതെ വാഹനങ്ങൾ ഓടിച്ചതായിരുന്നു ചിലർക്കെതിരെയുള്ള കുറ്റം. എന്തായാലും ഇന്ന് ഇപ്പോൾ നമ്മൾ ഇത്രയും വാർത്തകളാണ് പ്രവാസികളിലേക്ക് എത്തിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ പറയുന്ന ഈ തൊഴിൽ നഷ്ടപ്പെടുന്നതും നമ്മുടെ ഭാവിയിൽ തൊഴിലില്ലായ്മ ഉണ്ടാകുന്നതും ഒക്കെ തന്നെയാണ്. തൊഴിൽ ഉണ്ടാകും, നല്ല രീതിയിൽ സമ്പാദിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ദുബായിലേക്കൊക്കെ വണ്ടി കയറുന്നത്, അല്ലെ, അക്രയിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ നിന്നും തിരിച്ചടിയാണ് ലഭിക്കുന്നതെങ്കിലോ എന്തായാലും ഭയക്കേണ്ടതില്ല, നമുക്ക് നോക്കാമല്ലേ. ഒരു പക്ഷേ സ്വദേശിവൽക്കരണത്തിന് ഇപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം സ്വദേശികൾ കൂടുതലായിട്ട് അവിടെ വേണമെന്നുള്ളത് ആ രാജ്യത്തിന്റെ ആവശ്യമാണ്. അതിനൊപ്പം തന്നെ അപ്പം നമ്മൾ കൂടുതൽ വൈദഗ്ധ്യമുള്ള തൊഴിലുകളിലേക്ക് മാറുകയാണെങ്കിൽ എപ്പോഴും അവസരമുണ്ടാകുമെന്ന് കൂടി ഓർക്കുക. തീർച്ചയായിട്ടും. ഒപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ എന്തെങ്കിലും മെച്ചപ്പെട്ട രീതിയിലുള്ള തൊഴിൽ ലഭിക്കുമോ ഇല്ലയോ എന്ന് കൂടി പരിശോധിക്കുക. അടുത്ത ദിവസം കാണാം. നമസ്കാരം.